നമസ്കാരം. ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് രാഷ്ട്രീയത്തെ പ്രക്ഷുബ്ധമാക്കി രമേശ് ചെന്നിത്തലയുടെ കത്ത്. ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ നഷ്ടം തോൽവിക്ക് കാരണമെന്ന് ചെന്നിത്തല. KPCCക്കും വിമർശനം. കേരള നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. വിവാദമായപ്പോൾ നിഷേധവുമായി ചെന്നിത്തല. കത്തിലെ ഉള്ളടക്കം കോൺഗ്രസുകാരുടെ വികാരമെന്ന് R ചന്ദ്രശേഖരൻ. മുഖ്യമന്ത്രി അപമാനിതനാകാതിരിക്കാനാണ് പ്രതിമ അനാച്ഛാദനത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഒഴിവാകാൻ പറഞ്ഞത് പ്രതിഷേധം മുന്നിൽ കണ്ട് കോൺഗ്രസുകാർ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ചു. വെള്ളാപ്പള്ളിയെ ന്യായീകരിച്ച ഉമ്മൻചാണ്ടിയെ തിരുത്തി VM സുധീരൻ. വെള്ളാപ്പള്ളിയും കുറ്റക്കാരൻ തന്നെ. അധ്യാപക പാക്കേജിൽ സർക്കാരിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. പ്രൈമറി ക്ലാസ്സിലെ 45 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന അനുവാദം റദ്ദാക്കി. ശമ്പള പരിഷ്കരണം ജനുവരി അവസാനം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജീവനക്കാരെ സമരത്തിലേക്ക് തള്ളിവിടുന്നുവെന്ന് VS. അരുൺ ജെയ്റ്റ്ലിക്കെതിരെ അഴിമതി ആരോപണവുമായി ആം ആദ്മി പാർട്ടി. ദില്ലി ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായിരിക്കെ 90 കോടി ജെയ്റ്റ്ലി വെട്ടിച്ചു. സ്റ്റേഡിയം നവീകരണത്തിലും ക്രമക്കേട് നടത്തി. കെജ്രിവാളിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തത് ജെയ്റ്റ്ലിയുടെ അഴിമതി മറയ്ക്കാനെന്നും ആപ്പിന്റെ ആരോപണം. KR മീരയുടെ ആരാച്ചാർ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. പുരസ്കാരം സന്തോഷത്തെക്കാൾ ആശങ്ക നൽകുന്നതെന്ന് KR മീര. സംസ്ഥാനത്തെ A ക്ലാസ് തിയേറ്റർ ഉടമകൾ സമരം അവസാനിപ്പിച്ചു. ക്ഷേമനിധി തുക വീതം വെക്കുന്നതിൽ ധാരണ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നഷ്ടവും അഴിമതിയുമാണെന്നാരോപിച്ച് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്ത് നൽകി. KPCCക്കെതിരെയും കത്തിൽ വിമർശനമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങൾ വിശദീകരിച്ച് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ച കത്തിന്റെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. തോൽവിയുടെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയിലേക്കും KPCC നേതൃത്വത്തിലേക്കും വിരൽ ചൂണ്ടുന്ന കത്തിൽ സ്വജനപക്ഷപാതം ജനങ്ങളെ സർക്കാരിൽ നിന്നും UDFൽ നിന്നും അകറ്റിയെന്ന് കുറ്റപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അഴിമതി വ്യാപകമായി. സർക്കാരിലെ ന്യൂനപക്ഷാധിപത്യം ഹിന്ദു സമുദായത്തെ സർക്കാരിൽ നിന്ന് അകറ്റാൻ കാരണമായി. SNDP BJPയുമായി സഖ്യമുണ്ടാക്കിയതിനു പുറമെ കാലങ്ങളായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന NSS LDFനോടും BJPയോടും അടുക്കുകയാണ്. BJP സംസ്ഥാനത്തെ വലിയ സ്വാധീന ശക്തിയായി മാറിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് വന്നതും പല ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും അക്കൗണ്ട് തുറന്നതും ഇതിന്റെ തെളിവാണ്. ഹിന്ദു സമുദായത്തിലെ വോട്ടുകൾ BJPയിലേക്കാണ് കൂടുതലായി പോകുന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2010 അപേക്ഷിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് കാര്യമായ മുന്നൊരുക്കങ്ങളുണ്ടായില്ലെന്ന വിമർശനവും രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നുണ്ട്. വിമത സ്ഥാനാർത്ഥികളെ പിന്തിരിപ്പിക്കാൻ കഴിയാത്തതും തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി. ഇക്കാര്യങ്ങളിൽ വിശദമായ പരിശോധനയും തിരുത്തൽ നടപടികളും അനിവാര്യമാണ്. അല്ലാത്തപക്ഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നു. ER രാഗേഷ്, റിപ്പോർട്ടർ, ദില്ലി. മുഖ്യമന്ത്രിക്കെതിരെ ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കത്തയച്ചിട്ടില്ലെന്ന് ചെന്നിത്തല തന്നോട് പറഞ്ഞതായി KPCC പ്രസിഡന്റ് VM സുധീരനും KPCC ഭാരവാഹി യോഗത്തിൽ വിശദീകരിച്ചു. അതേസമയം കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ മാസം 22-ന് ദില്ലിയിലെത്താൻ KPCC നേതാക്കളോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിക്കെതിരായ കത്ത് വൻ വിവാദമായിരിക്കെയാണ് ഇത് നിഷേധിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയത്. ഹൈക്കമാൻഡിന് താൻ കത്തയച്ചിട്ടില്ല, എഴുതിയിട്ടുമില്ല. ചുരുക്കം വാക്കുകളിൽ രമേശ് വിശദീകരിച്ചു. അങ്ങനെ അയച്ചിട്ടില്ല എന്ന് ഞാൻ നിഷേധിച്ചിട്ടുണ്ട്. അത് നേരത്തെ നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ കത്ത് എഴുതിയിട്ടില്ല. കത്ത് അയച്ചിട്ടില്ലെന്ന് രമേശ് തന്നോട് പറഞ്ഞതായി KPCC ഭാരവാഹി യോഗത്തിന്റെ ആമുഖ പ്രസംഗത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. അതിനിടെ കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ടു. ഈ മാസം 22-ന് ദില്ലിയിലെത്താൻ ഉമ്മൻചാണ്ടിയോടും VM സുധീരനോടും രമേശ് ചെന്നിത്തലയോടും സോണിയാഗാന്ധി നിർദ്ദേശിച്ചു. നേതൃമാറ്റം അടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. എന്നാൽ കത്ത് പുറത്തായ സാഹചര്യത്തിലല്ല യോഗമെന്ന് VM സുധീരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ ഡൽഹി യാത്ര ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പറയപ്പെടുന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതല്ല. അത് നേരത്തെയുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ 3 പേരുടെയും സൗകര്യം നോക്കി ഞങ്ങൾ തന്നെ 22-ന് 3 പേരും സൗകര്യമാവും. അതുകൊണ്ട് ഹൈക്കമാൻഡിനെ അറിയിക്കാം. അങ്ങനെ ആ രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. KPCC പുനഃസംഘടന 3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഭാരവാഹി യോഗം തീരുമാനിച്ചു. നാളെ വൈകുന്നേരത്തിനകം ജില്ലകളിൽ നിന്നുള്ള പട്ടിക നൽകാനും നിർദ്ദേശം നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. KPCC വക്താവ് ശ്രീ പന്തളം സുധാകരൻ, CPIM സംസ്ഥാന സെക്രട്ടറി അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ R അജിത് കുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ശ്രീ പന്തളം സുധാകരൻ, ആഭ്യന്തരമന്ത്രിയുടെ ഒപ്പിട്ട് വ്യാജമായി ഈ കത്ത് ചമച്ചതാണ് എങ്കിൽ ഉടൻ നിയമ നടപടി സ്വീകരിക്കേണ്ടേ? ഇങ്ങനൊരു കത്ത് എന്ന വാർത്ത പുറത്തു വന്ന ഉടനെ ആഭ്യന്തരമന്ത്രി വാർത്താസമ്മേളനം നടത്തി അത് നിഷേധിക്കേണ്ടേ? മുൻപ് ഇതുപോലെ KV തോമസിനെ പുറത്താക്കാൻ ഒരു വ്യാജരേഖ വന്നപ്പോൾ എന്തൊക്കെ ഉണ്ടായി എന്ന് നമുക്കറിയാമല്ലോ. മാധ്യമ സ്ഥാപനങ്ങളിലടക്കം റെയ്ഡ്, തുടർ നടപടികൾ, ഇതൊക്കെ ആവശ്യമാണ്. എന്തേ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല? ഇത് വ്യാജമാണ് എങ്കിൽ
അല്ല, അതിന് സമയമുണ്ടല്ലോ. ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു കത്ത് താൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്നതിനേക്കാൾ അപ്പുറമായി കഴിഞ്ഞ 40-40 വർഷമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ് പൂർണ്ണമായും നമ്മൾ മുഖവിലേക്ക് എടുക്കണം, വിശ്വസിക്കണം. ഒരു സംശയം എനിക്കുള്ളത്, ഇന്നും നാളെയും ഞങ്ങളുടെ KPCC നേതൃയോഗം നടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഒരു വ്യാജ കത്ത് വന്നത് തീർച്ചയായും രമേശ് ചെന്നിത്തല സ്നേഹിക്കുന്നവരാരും ചെയ്തതല്ല. ദുഷ്ടലാക്കോടുകൂടി അദ്ദേഹത്തിന്റെ ഇമേജിനെ തകർക്കുന്നതിന് വേണ്ടി ആരോ ചെയ്ത ഗൂഢാലോചനയായിട്ട് ഞാൻ കരുതുകയാണ്. എന്തായാലും അങ്ങനെ ഒരു കത്ത് അദ്ദേഹം കൊടുത്തിട്ടില്ല. അങ്ങനെ കത്ത് കൊടുത്തായിട്ട് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഇത്രയും സംസ്കാര സമ്പന്നനായ, യാതൊരു വളവും തിരിവില്ലാതെ നേർക്കുനേർ യുദ്ധം ചെയ്യുന്നതിന് താല്പര്യം എന്നും കാണിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ല. കത്ത് നൽകേണ്ട പ്രശ്നവും വന്നിട്ടില്ല. പിന്നെ തെരഞ്ഞെടുപ്പ് കാലം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ അന്ന് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി, കനത്ത പരാജയമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചെറിയ പരാജയമുണ്ടായി. കനത്ത അല്ലെങ്കിലും ഞങ്ങൾ വിചാരിച്ച ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനെ സംബന്ധിച്ച് അദ്ദേഹം അന്ന് തന്നെ പ്രകടിപ്പിച്ചതാണ്. കാരണം യഥാർത്ഥ രോഗം കണ്ടെത്തി ചികിത്സ നടത്തി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെയും മുന്നണിയെ അതേ വാദം ഈ കത്തിലും ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രീ പന്തളം സുധാകരൻ കൗതുകകരം. ഇനി കത്ത് അദ്ദേഹം എഴുതിയോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഒരു കോൺഗ്രസ് നേതാവ് അങ്ങനെ ഒരു കത്ത് എഴുതുക എന്നുള്ളത് അത്ര വലിയ അപരാധമാണോ? സ്വന്തം പാർട്ടി നേതൃത്വത്തോടല്ലേ കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത്? അത് എങ്ങനെയോ പരസ്യമായി പോയാൽ അതിന്റെ ഉത്തരവാദിത്തം കത്തെഴുതിയ ആളിനല്ലല്ലോ. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ? രമേശ് ചെന്നിത്തലയോ മറ്റാരെങ്കിലുമോ ഇങ്ങനെ ഒരു കത്ത് എഴുതിയാൽ എന്താണ് കുഴപ്പം? ശ്രീ അഭിലാഷ് തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടിയുടെ സ്വഭാവം, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തന രീതി ഒരു തുറന്ന പുസ്തകമാണ്. ജനാധിപത്യ രീതിയിൽ ആർക്കെതിരെ എപ്പോഴും കത്തിലൂടെയായാലും അല്ലാതെയും മാധ്യമങ്ങളിലൂടെയും പ്രതികരിക്കുന്നതിന് വലിയ നിയന്ത്രണമൊന്നുമില്ലാത്ത സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ മറ്റൊന്ന്, ശ്രീ രമേശ് ചെന്നിത്തല ദേശീയ നേതൃനിരയിൽ നിൽക്കുന്ന ഒരാളാണ്. സോണിയാഗാന്ധിയുമായിട്ടായാലും രാഹുൽ ഗാന്ധിയുമായിട്ടും നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു കത്ത് എഴുതി തന്റെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം അറിയിക്കേണ്ട ഗതികേട് വല്ലതും ഉണ്ടോ? അദ്ദേഹം എപ്പോഴും നേരിട്ട് എത്ര ഉന്നതനായ നേതാവിന്റെ മുമ്പിൽ പോലും തന്റെ അഭിപ്രായം തുറന്നു പറയുന്ന ഒരു മടി കാണിക്കാത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുനാഥനായ, ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനായ ശ്രീ കെ കരുണാകരനോട് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ മുഖത്ത് നോക്കി അഭിപ്രായ പ്രകടനം നടത്തി അദ്ദേഹവുമായി ഗുഡ് ബൈ പറഞ്ഞ ഒരാളാണ്. അങ്ങനെയുള്ള രമേശനും ഞങ്ങളൊക്കെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരായി വിദ്യാർത്ഥി യൂണിയനിലൂടെ കടന്നു വന്നവരാണ്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെളിഞ്ഞും ഒളിഞ്ഞുമുള്ള ഒരു വ്യാജക്കത്ത് സൃഷ്ടിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ട കാര്യമല്ല. മാത്രമല്ല, കത്തിൽ ചില പറയുന്നല്ലോ, നായർ സമുദായങ്ങളെല്ലാം BJP-യിലേക്ക് പോയിരിക്കുന്നു, കോൺഗ്രസിനൊക്കെ അതുകൊണ്ട് ഭീഷണിയുണ്ട്. അങ്ങനെ നായരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ നേതാവാണോ ശ്രീ രമേശ് ചെന്നിത്തല? ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം കേരളം സംഭാവന ചെയ്ത മിടുക്കന്മാരായ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിടുക്കന്മാരായ നേതാക്കന്മാർ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, തലയുയർത്തി നിൽക്കുന്ന നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തെ ടാർണിഷ് ചെയ്യാൻ ആരെങ്കിലും ശ്രമം നടത്തിയാൽ അത് വിലപ്പോകില്ല എന്ന് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇത് രമേശ് ചെന്നിത്തലയെ അപകീർത്തിപ്പെടുത്താൻ ആരോ നടത്തുന്ന ഗൂഢാലോചന ആയിരിക്കുമോ? എക്കണോമിക് ടൈംസ് എന്ന ദേശീയ ദിനപത്രം ആണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ കത്ത് മാധ്യമങ്ങളിലൂടെ വരികയും ചെയ്തു. ആ കത്ത് ശരിയായിട്ടുള്ള കത്തല്ല, വ്യാജമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വാദം. താങ്കൾ എന്തു കരുതുന്നു? ഇതിപ്പോൾ ഇവിടെ കുളം കലക്കി മീൻ പിടിക്കാനുള്ള ആരുടെയെങ്കിലും ശ്രമത്തിന്റെ ഭാഗമായിരിക്കുമോ? ഇവിടെ എൻ്റെ സ്നേഹിതൻ പന്തളം വാക്കുകൾക്കിടയിലൂടെ പറഞ്ഞതിൽ നിന്ന് തന്നെ ഇതിനകത്ത് അവർക്കൊരു കുറ്റബോധമുണ്ട്. കത്ത് പുറത്തായിപ്പോയതിൽ. ജനാധിപത്യ പാർട്ടിയാണ്, സ്വതന്ത്രമായ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ അഭിപ്രായം പറയാം, കത്തെഴുതാം, അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ആ പാർട്ടി. അതങ്ങ് ഓൺ ചെയ്തുകൂടെ? ഈ കുഞ്ഞ് എൻ്റേത് തന്നെ എന്നങ്ങ് പറഞ്ഞുകൂടെ? ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്, കത്തെഴുതിയും അഭിപ്രായം പറയാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ആ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ചെയ്തു എന്ന് പറഞ്ഞങ്ങ് ആ രക്ഷകർത്തൃത്വം ഏറ്റെടുക്കാത്തത് ഇതെന്തിനാണ് ഈ അനാഥ കുഞ്ഞാക്കുന്നത്? ഇതൊരു സാധാരണ പൗരനോ സാധാരണ കോൺഗ്രസ്സുകാരനോ എഴുതിയ കത്തായിട്ട് ഇത് കാണാനൊക്കുമോ? ഇത് കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി, വിജിലൻസിൻ്റെ കൂടെ ചുമതലയുള്ള മന്ത്രി, ആ മന്ത്രി മുഖ്യമന്ത്രിയെക്കുറിച്ച് എഴുതിയ കത്താണ്. ആ കത്ത് കേന്ദ്രത്തിൽ അയച്ചിരിക്കുന്നതാണ്, കത്ത് ലീക്ക് ചെയ്തിരിക്കുന്നത്.
രമേശ് ചെന്നിത്തല ഇതിനിടയിൽ ഞാൻ ആ കത്ത് എഴുതിയില്ല എന്ന് പറഞ്ഞതല്ലാതെ ഇങ്ങനെ ഒരു കത്ത് പ്രസിദ്ധീകരിച്ചെങ്കിൽ ഇപ്പോൾ പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യ, കേരളത്തിലുള്ള എല്ലാ ചാനലുകളും ഗവൺമെൻറ് അനുകൂലിക്കുന്ന ചാനൽ ഉൾപ്പെടെ ഈ കത്ത് പ്രസിദ്ധീകരിക്കുന്നു. ആ കത്ത് ഫോർജറിയാണ്, ഞാൻ എഴുതിയതല്ലെങ്കിൽ അതേക്കുറിച്ച് 24 മണിക്കൂറിനകം കണ്ടെത്താനുള്ള നടപടി ഞാൻ സ്വീകരിക്കും എന്നെന്തേ പറയാത്തത്? അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ പ്രസ്ഥാനം പ്രതിപക്ഷങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായി ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ഇവിടെ പന്തളം തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ പല പ്രാവശ്യം ഈ കത്തിലെ ഉള്ളടക്കം പരാമർശിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടെന്ന്. ഈ കത്തിലെ കോൺഗ്രസ്സുകാരായ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ കത്തിലുള്ള. ശരി, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ആർ അജിത് കുമാർ, ഈ കത്ത് അയച്ചതാണ് ഞാൻ ഇന്ന് സമ്മതിക്കാൻ പറ്റില്ല രമേശ് ചെന്നിത്തലയ്ക്ക്. കാരണം അത് വലിയ തോതിൽ ഒരു തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കും. കാരണം പ്രതിപക്ഷം പറയുന്ന അതേ ആരോപണങ്ങളാണ് ഈ കത്തിലുള്ളത്. മുഖ്യമന്ത്രി നേരിട്ട പ്രതിച്ഛായ നഷ്ടം, അഴിമതി ആരോപണങ്ങൾ, ദുർഭരണം, സ്വജനപക്ഷപാതിത്വം, ഇങ്ങനെ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ, മുഖ്യമന്ത്രിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു കത്തിനെ ഓൺ ചെയ്യാൻ എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റുന്നില്ല എന്നതുകൊണ്ട് ഐ ഗ്രൂപ്പ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയാണോ, അതോ അവർ ഇതിൽ യഥാർത്ഥത്തിൽ ഒരു ഗൂഢാലോചനയോ രമേശ് ചെന്നിത്തലയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമോ കാണുകയാണോ? കത്തയച്ചോ ഇല്ലയോ എന്നൊരു ചർച്ചയല്ല പ്രസക്തമാകേണ്ടത്. കാരണം കത്തയച്ചില്ലെങ്കിൽ, വ്യാജ കത്താണെങ്കിൽ വ്യാജരേഖ കേസ്, വ്യാജരേഖയ്ക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ നിയമ നടപടികളിലേക്ക് പോകണം. അത് സാങ്കേതികമാണ്. എന്നാൽ ഈ കത്തിൽ ഉന്നയിച്ച പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിന്റെ ശ്രീ പന്തളം സുധാകരനും ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഐ ഗ്രൂപ്പിന്റെ നിലപാടുകളാണോ, അത് കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എത്രമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതിനെക്കുറിച്ചാണ്. അതിന്റെ സാങ്കേതികത്വം വിടുക. ഇങ്ങനൊരു കത്ത് അയച്ചില്ല എന്നിരിക്കട്ടെ, അയച്ചില്ലെങ്കിൽ വ്യാജ കത്താണെങ്കിൽ ആഭ്യന്തരമന്ത്രിക്ക് കേസെടുക്കാം, എക്കണോമിക് ടൈംസിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ നടപടിയെടുക്കാം. അങ്ങനെ നടപടിയൊന്നും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ആഭ്യന്തരമന്ത്രി നിഷേധിച്ചു. ആ നിഷേധത്തെ നമുക്ക് മുഖവിലേക്ക് എടുക്കണോ എന്നത് ജനം നിയമപരമായ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. പക്ഷേ ഈ കത്തിനകത്തെ ഉള്ളടക്കം ഐ ഗ്രൂപ്പിന്റെ വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. കാരണം കോൺഗ്രസിൽ 2 ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള, ഇപ്പോൾ VM സുധീരൻ വന്നപ്പോൾ 3ാമത്തെ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ 2 ശക്തമായ ഗ്രൂപ്പുകൾ കോൺഗ്രസിലുണ്ട്. അതൊന്ന് ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന എ ഗ്രൂപ്പും രമേശ് ചെന്നിത്തല നേതൃത്വം നൽകുന്ന ഐ ഗ്രൂപ്പുമാണ്. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഐ ഗ്രൂപ്പിന്റെ വികാരമാണ്. ഐ ഗ്രൂപ്പ് നേതാക്കന്മാർ പല തവണ നേരിട്ടും അല്ലാതെയും പ്രകടിപ്പിച്ച വികാരമാണ് ഈ കത്തിൽ പ്രതിഫലിക്കുന്നത്. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ പന്തളം സുധാകരൻ ആ കത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് വന്നാൽ അത് ഐ ഗ്രൂപ്പിന്റെ വികാരം തന്നെയല്ലേ? ഇന്ന് ആർ ചന്ദ്രശേഖരൻ, INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഐ ഗ്രൂപ്പിന്റെ നേതാവ്, ഞങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും വികാരമാണ് ഈ കത്തിന്റെ ഉള്ളടക്കം പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ്. താങ്കൾ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് മറ്റൊരു ചാനലിൽ സംസാരിച്ചപ്പോൾ ഏതാണ്ട് ആ ടോണിലാണ് സംസാരിച്ചത്. ഇത് രമേശ് ചെന്നിത്തല അയച്ച കത്താണ് എന്ന് നിങ്ങൾ ഓൺ ചെയ്യാതിരിക്കുമ്പോൾ തന്നെയും ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഉള്ളടക്കം അങ്ങേയറ്റം പ്രധാനമാണ് എന്നുള്ളത് തന്നെയാണോ ഐ ഗ്രൂപ്പിന്റെ നിലപാട്? അതല്ല, ഒരു മാധ്യമത്തിലൂടെ ഒരു കത്ത്, ആ കത്തിന്റെ കണ്ടന്റ് ഇതാണ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. ആരോ പടച്ചുവിട്ട, ആരോ സൃഷ്ടിച്ചുവിട്ട, ആരുടെ ഭാവനയിലുണ്ടായതാണ്. പക്ഷേ അത് കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധമുള്ളത് കൊണ്ട് അതിന് കുറെ കൂടി ചർച്ച ചെയ്യാനുള്ള എരിവും പുളിയും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ബഹുമാന ശ്രീ അജിത് കുമാർ തന്നെ ഇത് കുട്ടിക്കാലം മുതൽ അടുത്തറിയാവുന്ന അദ്ദേഹത്തിന്റെ കൂടി ഒരു ബാല്യകാല സുഹൃത്താണ് രമേശ് ചെന്നിത്തല. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ സ്വഭാവം വെച്ച് അങ്ങനെ ഒരു തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് ഇങ്ങനെ വളഞ്ഞ വഴി പോകുന്ന ഒരാളെ അല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതും ഞാൻ ഈ ചർച്ചയിൽ തുടക്കത്തിൽ പറഞ്ഞല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പുകൾ, ഏറ്റവും ഒടുവിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, അത് കഴിഞ്ഞ് അരുവിക്കരയിലൊക്കെ ഞങ്ങൾ വലിയ വിജയമുണ്ടാക്കി. ആ വിജയത്തിന് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് UDFനും കോൺഗ്രസിനും മുന്നേറാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കുറ്റബോധമുണ്ട്. ആ കുറ്റബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നേതാക്കന്മാർ ചർച്ച ചെയ്ത് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ, ഇപ്പം ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ ഇന്ദിരാഭവനിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയും ആ യോഗം തുടരുന്നു. ഞങ്ങളുടെ ചർച്ച എന്ന് പറയുന്നത് തന്നെ കൂടുതൽ ഒരു റിജുവിനേഷൻ എന്ന നിലയിൽ കോൺഗ്രസിനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, UDFനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. KPCC പ്രസിഡന്റ് ജനരക്ഷ യാത്ര ഉൾപ്പെടെയുള്ളതിനെ കുറിച്ച് തീർച്ചയായും 3 കാരണങ്ങളാണ്
കത്ത് തൻ്റേതല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ രമേശ് ചെന്നിത്തല പറയുന്നത്. ഒന്ന്, കത്തെഴുതുമ്പോൾ താൻ സാധാരണഗതിയിൽ റെസ്പെക്റ്റഡ് മാഡം എന്ന് സോണിയാഗാന്ധിയെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഈ കത്തിൽ അങ്ങനെയല്ല. കത്തുകളിൽ ഓണറബിൾ CP എന്ന് കോൺഗ്രസ് പ്രസിഡന്റിനെ താൻ നിരന്തരം വിശേഷിപ്പിക്കാറുണ്ട്. ഈ കത്തിൽ അങ്ങനെ ഒന്നില്ല. ഒപ്പിടുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ Rഉം Cയും ക്യാപിറ്റൽ ലെറ്ററിലാണ് ഞാൻ എഴുതാറ്. ഈ ഒപ്പ് അങ്ങനെയല്ല. രമേശ് ചെന്നിത്തല അസന്നിഗ്ധമായി ഇത് തൻ്റെ കത്തല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ തന്നെയല്ലേ വിശ്വസിക്കേണ്ടത്? അദ്ദേഹം തറപ്പിച്ച് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കത്തല്ല എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ മാർഗമുള്ളൂ. കാരണം അദ്ദേഹമാണോ കത്തെഴുതിയെന്നുള്ളത് അദ്ദേഹത്തിന് അറിയുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല എഴുതിയോ വേറെ ആരെങ്കിലും എഴുതിയോ അല്ലെങ്കിൽ രമേശിൻ്റെ കൈപ്പട അനുകരിച്ച് എഴുതിയോ എന്നുള്ളതല്ല പ്രശ്നം. ആ കത്തിൻ്റെ ഉള്ളടക്കം എന്താണ്, അത് പ്രധാനപ്പെട്ട ഒന്നാണ്. കത്തിൻ്റെ ഉള്ളടക്കം കേരളത്തിൽ കോൺഗ്രസിനുണ്ടായ പരാജയം, കോൺഗ്രസിനല്ല UDFനുണ്ടായ പരാജയത്തെക്കുറിച്ചുള്ള ഒരു സത്യസന്ധമായ വിലയിരുത്തലാണ്. അഴിമതി, കെടുകാര്യസ്ഥത, പിന്നെ സമുദായ പ്രീണനം. ഈ 3 കാരണം കൊണ്ടാണ് കോൺഗ്രസ് തോറ്റുപോയെന്നുള്ളത് അല്ലെങ്കിൽ UDF തോറ്റുപോയെന്നുള്ളത് നാട്ടിലെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ ആർക്കായാലും പന്തള സുധാകരൻ നെഞ്ചത്ത് ചോദിച്ച് പറയാൻ പറ്റുമോ ഈ കത്തിൻ്റെ ഉള്ളടക്കം? ഞാൻ പറഞ്ഞ രമേശ് എഴുതിയത് ഞാൻ പറയുന്നില്ല. രമേശ് എഴുതിയതല്ലാത്ത ഈ കത്തിൻ്റെ ഉള്ളടക്കം അവാസ്തവമാണ്, അസത്യജടിലമാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ആർക്കും പറയാൻ കഴിയില്ല. ഏത് കോൺഗ്രസ്സുകാരനും ചന്ദ്രശേഖരൻ അത് പറഞ്ഞെങ്കിൽ സത്യമാണ്. ചന്ദ്രശേഖരനിൽ ആർക്കും പറയാൻ കഴിയില്ല. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് തോറ്റത്. രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകുന്നു. വിലക്കയറ്റം പിടിച്ചെടുത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല. ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാലത്ത് അതിലേ നോക്കുള്ളൂ. അഴിമതി ആരോപണങ്ങൾക്ക് മീതെ അഴിമതി ആരോപണങ്ങൾ വരുന്നു ഇല്ലേ? ആദ്യം ബാർക്കോഴ വരുന്നു, ആദ്യം സോളാർ വരുന്നു, ബാർക്കോഴ വരുന്നു, പാറ്റൂർ ഭൂമി ഇടപാട് വരുന്നു. അതിൽ ഒരു സുതാര്യമായ നിലപാട് സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കുരിശിൽ തറക്കാൻ ശ്രമിക്കുന്നു ഇല്ലേ? ജഡ്ജിമാർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കില്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ കൈപ്പത്തി കൂട്ടി എന്ന് പന്തള സുധാകരൻ വിചാരിച്ചോ? അങ്ങനെ വിചാരിച്ചെങ്കിൽ മൂഢസ്വർഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആളുകൾ അങ്ങനെയൊന്നും ചെയ്യില്ല. കേരളത്തിലെ ആളുകൾ നല്ല രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകളാണ്. പിന്നെ നമ്മുടെ ആനത്തലവട്ടത്തിൻ്റെ പാർട്ടിക്കാർ പല മണ്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർക്ക് ഉപതെരഞ്ഞെടുപ്പിലും ജയിക്കാൻ പറ്റാതെ പോയത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യമില്ലാത്ത ആളുകളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയതും പരനാറി പ്രസംഗം നടത്തിക്കൊണ്ടുമൊക്കെയാണ്. അല്ലാതെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ ഗുണം കൊണ്ടൊന്നുമല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് കിട്ടിയത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇവിടെ ഈ കത്ത് ആരെഴുതിയതാണെങ്കിലും പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിൽ ഇനി തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് യാതൊരു കാര്യവുമില്ല, ഒരു മേജർ സർജറി വേണം എന്നുള്ളതാണ്. അതായത് വലിയ അഴിച്ചുപണി വേണം. ഇപ്പോഴുള്ള സർക്കാരിൻ്റെ മുഖം മാറുക എന്നുള്ളത് ഇനി അപ്രസക്തമാണ്. മറിച്ച് കോൺഗ്രസിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരാൾ, ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നല്ലാത്ത മറ്റൊരാൾ വരണം എന്നാണ് ഈ കത്ത് കോൺഗ്രസ് പ്രസിഡന്റിനോട് പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിലൊരു നീക്കമാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്ന് നിങ്ങളുടെ പാർട്ടിക്കോ താങ്കൾക്കോ തോന്നുന്നുണ്ടോ? കോൺഗ്രസിനെ നയിക്കാൻ ന്യൂനപക്ഷത്തിലെ ആളാണോ ഭൂരിപക്ഷത്തിലെ ആളാണോ എന്ന് രണ്ടായാലും ഈ കോൺഗ്രസിനെ വേണമല്ലോ നയിക്കാൻ. ഈ ഗവൺമെൻറ് തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, ആ ആക്ഷേപങ്ങൾ മുഴുവൻ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ ഈ കോൺഗ്രസ്സിൽ ഗവൺമെൻറ്റിലെ 2ാം റാങ്കുകാരനായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കത്ത്. അദ്ദേഹം എഴുതിയാലും ശരി എഴുതിയില്ലെങ്കിലും ശരി അതിലെ ഉള്ളടക്കം അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം സമ്മതിക്കുന്നുണ്ട്. ഏത് കാര്യത്തിലാണ് ഇനി ഗവൺമെൻറ് പിടിച്ചു നിൽക്കാൻ കഴിയുക, ഈ പാർട്ടിക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയുക? ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ആ കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് അഴിമതിയുടെ കൊണ്ട് ആ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു, മുഖച്ഛായ നഷ്ടപ്പെട്ടു. പിന്നെയോ ആ അഴിമതി മാത്രമല്ല, ഉയർന്നു വന്ന ആക്ഷേപങ്ങളൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ മാത്രമാണ്. രാജ്യത്തെ മീഡിയാസ്, മാധ്യമങ്ങൾ, സ്വതന്ത്രരായി ചിന്തിക്കുന്ന വ്യക്തികൾ ഒക്കെ എത്ര നാണം കെട്ട കഥകൾ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ആക്ഷേപത്തിനും ആരോപണത്തിനും വിധേയമായ ഒരു മന്ത്രിസഭ ഉണ്ടായിട്ടുണ്ടോ? മന്ത്രിമാർ ഒട്ടുമുക്കാലും വിജിലൻസ് കേസിൽ പ്രതിയായിരിക്കുന്നു, കോടതി കയറി ഇറങ്ങി നടക്കേണ്ടുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളാണെങ്കിൽ ഒന്നുപോലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിലവർദ്ധനവ്, തൊഴിലില്ലായ്മ, ഇതെല്ലാം അതിരൂക്ഷമായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കിട്ടാവുന്നത് മുഴുവൻ ഊരിയെടുക്കുക എന്നൊരു സമീപനമാണ് മന്ത്രിമാർ സ്വീകരിച്ചിരിക്കുന്നത്. ലൈംഗിക അപവാദം എത്രയോ മന്ത്രിമാരെക്കുറിച്ച്. പരിഷ്കൃത രാജ്യങ്ങളിൽ പോലും നമുക്കറിയാം, പണ്ട് പെർഫ്യൂമ സംഭവം, ക്രിസ്ത്യൻ കീലറെ കുറിച്ച് ഒരു ആക്ഷേപം വന്നു. ആ മന്ത്രി രാജിവെച്ച അന്ന് സ്ഥലം വിടേണ്ടി വന്നു. ഇവിടെ എത്ര മന്ത്രിമാരെ കുറിച്ചാണ്, ഏതെല്ലാം പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ. ഇതൊക്കെ കേരളത്തിന്റെ അപമാനമല്ലേ? രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് പന്തളം സുധാകരൻ ഉത്തരം പറയും. അതിനു മുൻപ് ശ്രീ അജിത് കുമാർ, ഈ കത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് ഹൈന്ദവ സമുദായം പൂർണ്ണമായും കോൺഗ്രസിനെയും UDFനെയും കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചത് മന്ത്രിസഭ ന്യൂനപക്ഷ കേന്ദ്രീകൃതമാണ് എന്നുള്ളത് കൊണ്ടാണ്. കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തു വന്നിരുന്ന നായർ വിഭാഗം BJPയിലേക്കും LDFിലേക്കും ചേക്കേറിയിരിക്കുന്നു. ഇത് വലിയ ദോഷമാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ
അത് കൃത്യമായി പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിനെ നയിക്കാൻ, കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയെ നയിക്കാൻ ഇനി ഒരു ക്രൈസ്തവനെ അനുവദിക്കരുത്, ഒരു നായർ ആ സ്ഥാനത്ത് വേണം. അതായത് രമേശ് ചെന്നിത്തല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കണം എന്നുള്ളതല്ലേ ഈ നീക്കത്തിൻ്റെ കാതൽ? ഉമ്മൻചാണ്ടി നേതൃസ്ഥാനത്തു നിന്ന് മാറിയാൽ രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്നുള്ളതാണ് സത്യം. കാരണം ഗ്രൂപ്പ് രാഷ്ട്രീയം കൊണ്ടും അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രതിച്ഛായ കൊണ്ടും ഉമ്മൻചാണ്ടി മാറിയാൽ രമേശ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതിന് അർഹൻ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭൂരിപക്ഷ സമുദായം, ഈ നായർ ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷ സമുദായങ്ങൾ, ഹൈന്ദവർ ഈ ഗവൺമെന്റിൽ നിന്നും അകന്നുപോയോ? അകന്നു പോകുന്നതിന് കാരണമായ സാഹചര്യങ്ങൾ, ന്യൂനപക്ഷ പ്രീണനം ഈ ഗവൺമെന്റിന്റെ മുന്നിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ക്രൈസ്തവ മുസ്ലിം പ്രീണനം ഈ ഗവൺമെന്റ് നടത്തുന്നു എന്നുള്ളത് വളരെ പരക്കെ ആക്ഷേപം ഉയർന്ന കാര്യമാണ്. അതിനേക്കാൾ ഉപരി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ന്യൂനപക്ഷ പ്രീണനം നടത്തിയപ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങൾ ഈ ഗവൺമെന്റിനെ കൈവിട്ടിരിക്കുന്നു. മുസ്ലിം സമുദായം പല പ്രദേശങ്ങളിലും ഈ ഗവൺമെന്റിനെ അല്ലെ UDF-നെ കൈവിട്ടതാണ്. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ തിരിച്ചടി മലബാറിൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുകയും ചെയ്യുകയും ഒരു പ്രശ്നം വരുമ്പോൾ ന്യൂനപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് ശക്തമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു രണ്ട് വള്ളത്തിൽ കാലൂന്നിയുള്ള നിൽപ്പാണ് UDF നേതാക്കന്മാർ ഇപ്പോൾ നടത്തുന്നത്. അതാണ് UDF-ന്റെ രാഷ്ട്രീയ നയം. ആ രണ്ട് വള്ളത്തിൽ കാലൂന്നിയുള്ള ഏർപ്പാട് ജനങ്ങൾക്ക് ബോധ്യമായി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ടില്ല, മുസ്ലിം സമൂഹത്തിന്റെ വോട്ടില്ലെങ്കിൽ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള അല്ലെ മലബാർ പ്രദേശത്ത് LDF-ന് ഇത്രയും സീറ്റ് കിട്ടുമായിരുന്നോ? മലബാർ പ്രദേശത്തില്ല. അതുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം നടത്തുക, എന്നിട്ട് അവരുടെ വോട്ട് രണ്ട് വള്ളത്തിൽ കാലൂന്നിയുള്ള ഏർപ്പാട് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. അതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ശ്രീ പന്തളം സുധാകരൻ, ഈ വിഷയങ്ങളൊക്കെ വിഷയങ്ങൾ തന്നെയാണല്ലോ, താങ്കളും അംഗീകരിക്കുമായിരിക്കും. അപ്പോൾ അവിടെ ഈ പറഞ്ഞു വരുന്ന മാറ്റം ഉണ്ടല്ലോ, അത് തൊലിപ്പുറത്തെ ചികിത്സയല്ല ശസ്ത്രക്രിയയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഈ സമീപനങ്ങളുടെയും നയങ്ങളുടെയും കാര്യത്തിൽ മാറ്റമുണ്ടാകണം എന്നാണോ ഉദ്ദേശിക്കുക? അതോ ആള് മാറണം? ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കാലാവധി തികച്ച് ഇറങ്ങുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നയിക്കാൻ പുതിയ ഒരാളായിരിക്കണം വേണ്ടത് എന്നല്ലേ പറഞ്ഞു വെക്കുന്നത് ഈ കത്ത് എഴുതിയത് ആരായാലും അയാൾ? അതല്ല, ഒരു രോഗിയെ പരിശോധിച്ച് കഴിഞ്ഞ് രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ചികിത്സ വേണം എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടർമാരാണ്. അത് ശസ്ത്രക്രിയയാകാം, അല്ലെങ്കിൽ വെറും അല്ലെങ്കിൽ ആന്റിബയോട്ടിക് കൊണ്ട് തീർന്നാണെങ്കിൽ അങ്ങനെയാകാം. അത് എന്തായാലും ഞങ്ങളുടെ സ്പെഷ്യലിസ്റ്റുകളായിട്ട് ഡോക്ടർമാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർ, അവരത് തീരുമാനിച്ച് പരിഹാരം ഉണ്ടാക്കും. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ആനത്തലവട്ടം പറഞ്ഞതിന് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ മറങ്ങി വരുന്നവരല്ലല്ലോ. 2006 മുതൽ 2011 വരെ കേരളം ഭരിച്ചത് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനാണ്. അന്ന് ആ 5 വർഷക്കാലം അദ്ദേഹത്തിന് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹത്തെ കെട്ടിവരിഞ്ഞിട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണിയാണ് അന്ന് കേരളം ഭരിച്ചിരുന്നത്. മാത്രമല്ല, അന്ന് അവസാനം സഹികെട്ട് ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്, എന്നോടൊപ്പമുള്ള മന്ത്രിമാർ വെറും പോഴന്മാരാന്ന് വരെ പറഞ്ഞു. ഞാനും ഒരു കാലത്ത് കേരളത്തിലൊരു മന്ത്രിയായിരുന്ന ആളാണ്. അപ്പോൾ ഒരു മന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ എനിക്കും അത് കൊള്ളും. അപ്പം മന്ത്രിമാരൊക്കെ പോഴന്മാരാണെന്ന് പറയുകയും, അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ VS അച്യുതാനന്ദനാണ്, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ പറയും എന്റെ പ്രതിപക്ഷ നേതാവെന്ന് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പോരാട്ടത്തിൽ സത്യത്തിൽ കേരളത്തിന്റെ വികസന കുതിപ്പ് നടത്തേണ്ട 5 വർഷം നഷ്ടപ്പെട്ടു പോയി എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യവും രമേശ് ചെന്നിത്തല ഉണ്ടാക്കിയിട്ടില്ലല്ലോ. രമേശ് ചെന്നിത്തല 2011 ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം KPC പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞ ഞാൻ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പാർട്ടിയെ നയിക്കുന്നതിന് വേണ്ടി KPC പ്രസിഡന്റായി ഹൈക്കമാൻഡ് അനുവദിച്ചാൽ ഞാൻ തുടരുന്നതിലാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡിന്റെ വളരെ ശക്തമായ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി മാറിയെന്ന് നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട ശ്രീ അജിത് കുമാർ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെ വ്യക്തിപരമായി കുടുംബപരമായി അറിയാവുന്ന ഒരാളാണ് ശ്രീ അജിത് കുമാറും ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഓരോ പടവുകളിലും അദ്ദേഹം വളഞ്ഞ വഴിയെ സ്വീകരിച്ചിട്ടില്ല. ആത്മാർത്ഥതയും സത്യസന്ധതയും സംസ്കാരവും പുലർത്തിയ രാഷ്ട്രീയ നേതാക്കന്മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ
മത്സരിക്കണം, ആര് നയിക്കണം തുടങ്ങിയ ചർച്ചകൾക്ക് ഒരു മൂർത്ത രൂപം വരും. പിന്നീട് 3 മാസങ്ങളെ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അങ്ങനെ ഒരു ഘട്ടത്തിൽ വളരെ സജീവമായി ഈ വിഷയങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ കത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് സുവ്യക്തമാണല്ലോ. കോൺഗ്രസ് ഹൈക്കമാൻഡിന് കേരളത്തിലെ കോൺഗ്രസിനെ ആര് നയിക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് തീരുമാനിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി ചർച്ച ചെയ്യേണ്ടി വരുമോ, പരിഗണിക്കേണ്ടി വരുമോ? അല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയതുകൊണ്ട് ഇതൊന്നും പരിഗണിക്കാൻ സാധ്യതയില്ല. നമുക്കറിയാമല്ലോ, കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സമൻസ് കിട്ടിയാൽ കോടതിയിൽ പോകണോ അതോ പാർലമെൻറ്റ് സ്തംഭിപ്പിക്കണോ എന്ന വിഷയത്തിൽ പോലും ഒരു വ്യക്തതയില്ല. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നേതാവ് കോടതിയിൽ നിന്ന് സമൻസ് കിട്ടിയതിന് പാർലമെൻറ്റിൽ പോയി ലഹളയുണ്ടാക്കിയതായിട്ട്? ഇതാരാ ചെയ്യുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ കൊച്ചുമകനാണ്. അത് ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷമം. വല്ല കാളി കൂളി വേതാളങ്ങളൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഇല്ലേ? ബിന്ദു കൃഷ്ണയുടെയൊക്കെ സ്റ്റാൻഡേർഡിലുള്ള ഒരാളാണ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നുകയില്ല. ഇത് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ വെറും രാഹുൽ ഗാന്ധി അല്ല, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരക്കുട്ടിയാണ്. അങ്ങനെ ഒരാളുടെ നിലവാരം ഇതാണെങ്കിൽ പിന്നെ ഈ കോൺഗ്രസ് പാർട്ടി ആര് രക്ഷിക്കാനാണ്? പിന്നെ ഇവിടെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞു. ഭൂരിപക്ഷ സമുദായക്കാരും മാത്രമല്ല, ന്യൂനപക്ഷ സമുദായക്കാരും വോട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഭൂരിപക്ഷ സമുദായക്കാരെ സംബന്ധിച്ചിടത്തോളം രമേശ് അല്ലെങ്കിൽ ഈ കത്തെഴുതിയ ആൾ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ശരിയാണ്. നായർ സമുദായത്തിൻ്റെ വോട്ട് കാലാകാലങ്ങളായിട്ട് ഏതാണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇത്തവണ അത് പൂർണ്ണമായിട്ടും BJP-യിലേക്ക് പോയി. നായന്മാരുടെ പോപ്പാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരാളുണ്ട് ചങ്ങനാശ്ശേരിയിൽ. അദ്ദേഹത്തിൻ്റെ ആ NSS ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് വരെ BJP-യെ ജയിച്ചത്. മനസ്സിലായില്ലേ? തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി സവർണ്ണ ഹിന്ദുക്കൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ആ പ്രദേശത്ത് മുഴുവൻ ജയിച്ചിട്ടുള്ളത് BJP-യാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ് 3-ാം സ്ഥാനത്താവും. അങ്ങനെ സംഭവിച്ചു. തിരൂര്, പരപ്പനങ്ങാടി അവിടെ പോലും നായന്മാർ വോട്ട് ചെയ്തത് BJP-ക്കാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യം ഈ പറഞ്ഞ ബിഷഗുരന്മാർ സ്റ്റെതസ്കോപ്പ് വച്ചോ മറ്റേതെങ്കിലും രീതിയിൽ സോണോഗ്രാം നടത്തിയിട്ടാണെങ്കിലും പക്ഷേ അതിൽ രമേശ് ചെന്നിത്തല നയിക്കുക എന്നുള്ളതാണോ പോംവഴി? ഇത് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് സക്സസ്ഫുൾ ആയ ഒരു ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുഴുവൻ തോറ്റപ്പോൾ ജയിച്ചത് കേരളത്തിലും കർണാടകയിലും മാത്രമാണ്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഈ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ ബാക്കി തെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച ഉമ്മൻചാണ്ടിയെ മാറ്റി വേറൊരാൾ നയിക്കട്ടെ എന്ന് എങ്ങനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്? അല്ല, അതൊരു ചോദ്യം. ഞാൻ ആ ചോദ്യത്തിന് മുമ്പായിട്ട് ഈ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയും. എന്താണ് ഉമ്മൻചാണ്ടി മാറി രമേശ് ചെന്നിത്തല താക്കോൽ സ്ഥാനത്ത് വന്നാൽ നായന്മാരെല്ലാവരും ക്യൂ നിന്ന് കോൺഗ്രസ് വോട്ട് ചെയ്യും? നായന്മാരെ കുറിച്ച് നിങ്ങൾ ഇത്ര മോശമായിട്ട് വിചാരിച്ചേക്കണേ? ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. നായന്മാർ നല്ല ബുദ്ധിയും വിവേകമൊക്കെ ഉള്ള ആൾക്കാരാണ്. അവർ കൃത്യമായിട്ട് തന്നെ ചെയ്യും. ഇത്തവണ BJP-ക്ക് വെച്ചാൽ അടുത്ത പ്രാവശ്യം LDF-ന് ചെയ്യാനോ അതിനടുത്ത പ്രാവശ്യം കോൺഗ്രസിന് മാറ്റി ചെയ്യാനോ ഒരു മടിയുള്ള ആളുകളല്ല. പൊളിറ്റിക്കലി ചാർജഡായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് നായർ സമുദായം. അല്ലാതെ ഈ ചില സമുദായക്കാർ ചെയ്യുന്ന പോലെ കൃത്യമായിട്ട് ആ പാർട്ടിക്ക് മാത്രമേ ചെയ്യുള്ളൂ, ഇന്ന ചിഹ്നത്തിൽ മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഒരു നിർബന്ധമുള്ളവരല്ല. അതുകൊണ്ടാണ് വോട്ട് മാറ്റി ചെയ്യും. അതിപ്പോൾ രമേശ് ചെന്നിത്തല താക്കോൽ സ്ഥാനത്ത് വന്നതുകൊണ്ട് മാത്രം ഒരു നായർ വോട്ട് ചെയ്യില്ല. ഒരു പക്ഷേ സുകുമാരനാരും ചെയ്യും, വേറെ ആരും ചെയ്യില്ല. അതുകൊണ്ട് ഈ വകയിലൊന്നും ഒരു കാര്യമില്ല. ഇത് ഭരണം മോശമാണെങ്കിൽ ഇത്രയും പ്രീണനം നടത്തുന്നു. പ്രീണനം നടത്തിയെന്നുള്ളതല്ല, പ്രീണനം നടത്തിയെന്നുള്ള തോന്നൽ ആൾക്കാരിലുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രതീതിയാണ് പ്രധാനം, യഥാർത്ഥത്തിലുള്ളതല്ല. സബ്സ്റ്റൻസ് അല്ല, ഇമേജാണ് പ്രധാനം. അപ്പോൾ ഈ സർക്കാരിനെ കുറിച്ച് പൊതുവെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളുടെ ഇടയിലുള്ള ഒരു ധാരണ എന്താ വെച്ചാൽ ഇവരെ പൂർണ്ണമായിട്ടും ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നു, എല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് വാരിക്കൊടുക്കുന്നു, ഭൂരിപക്ഷങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല, തോന്നൽ അതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. 5ാം മന്ത്രി മുതൽക്ക് ഇങ്ങോട്ട് ആരംഭിച്ച പ്രശ്നങ്ങൾ. പിറവം ഉപതെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥിക്കാണ്ട് 3000 വോട്ടേ കിട്ടിയുള്ളൂ. അത്ര വോട്ടേ BJP-ക്ക് അവിടെ ഉള്ളൂ, അതുകൊണ്ടാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് എന്താണ്? പിറവം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയുള്ള 5ാം മന്ത്രി ഉണ്ടാകുന്നത്. നെയ്യാറ്റിൻകരയിൽ എന്ത് സംഭവിക്കുന്നു? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുന്നു? അരുവിക്കരയിൽ എന്ത് സംഭവിക്കുന്നു? അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ രാജഗോപാൽ 36,000 വോട്ട് പിടിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സന്തോഷിച്ചു. ഉമ്മൻചാണ്ടി ധരിച്ചു ഈഴവരുടെ വോട്ട് കൂടി BJP-ക്ക് പോവുകയാണ്, ഇനി ഒന്നും പേടിക്കണ്ട. ഈഴവർ BJP-ക്ക് വോട്ട് ചെയ്താൽ മാർക്സിസ്റ്റ് പാർട്ടി തോക്കുമല്ലോ. മാർക്സിസ്റ്റ് പാർട്ടി തോക്കുമ്പോൾ പിന്നെ ആര് ജയിക്കും? നമ്മൾ ജയിക്കും. അപ്പോൾ നമ്മുടെ ഭരണം ഇനി 5 കൊല്ലം കൂടി കളവ് ഇതേപോലെ തുടരാം. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെ സത്യമാണ്. അഴിമതി, അതിഭയാനകമായ അഴിമതിയല്ലേ? ഒത്തിരി വിഷയങ്ങൾ അഴിമതി ഭയങ്കരമാണ്. ഇത് മാത്രമല്ല, ഈ കത്തെഴുതിയ ആൾ മാത്രമല്ലോ, അല്ല നമ്മുടെ VD സതീശൻ ഇവിടെ ഇരുന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? 2ാം UP-യുടെ കാലത്തുള്ള പോലത്തെ അഴിമതിയാണ്. അതിനേക്കാൾ കൂടുതലായിട്ടൊരു സർട്ടിഫിക്കറ്റ് ആരെങ്കിലും കൊടുക്കാറുണ്ടോ? ദയവായി തുടരുക അഡ്വക്കേറ്റ് ജയശങ്കർ. ആനത്തലവട്ടം ആനന്ദൻ, ഈ ആരോപണങ്ങൾ ഇപ്പോൾ തുടങ്ങിയതല്ല. ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ പോലും സാധാരണഗതിയിൽ കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റുക, പ്രതിച്ഛായ വിവാദം, ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്നതാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു തലവേദനയും നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഒരു കത്തേ ഇല്ല എന്നുള്ള നിലപാടിലാണ് ഐ ഗ്രൂപ്പ് മുഴുവൻ എന്നത് കൂടി കാണണം.
ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാത്തിലും വിജയിച്ച വിജയശ്രീലാളിതനായ മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് വലിയ പടയൊന്നും നേരിടേണ്ടി വരുന്നില്ല സാധാരണഗതിയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ നേരിടുന്നത് പോലെ എന്നതുകൂടി കാണണം. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ നയിക്കുമെന്നുള്ളത് നമുക്ക് ഇപ്പോഴേ ഉറപ്പിച്ചുകൂടെ? അദ്ദേഹം തന്നെ നയിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ. ആര് നയിക്കുന്നുണ്ട് ഒരു വിഷമമില്ല. പന്തളം സുധാകരൻ നയിച്ചാലും കൊള്ളാം, രമേശ് ചെന്നിത്തല നയിച്ചാലും കൊള്ളാം, ഉമ്മൻചാണ്ടി നയിച്ചാലും കൊള്ളാം, ആരും നയിക്കട്ടെ. പക്ഷേ അവർ നയിക്കാനും അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഒരു ധാരണയുണ്ട്. അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് പോലും ഈ മുന്നണി നയിച്ച് വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള വിശ്വാസമുണ്ടോ? അവിടെ കൂടെ നിൽക്കുന്ന ജനതാദളിന് ആ വിശ്വാസമുണ്ടോ? മുസ്ലിം ലീഗാണല്ലോ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, അതിലുള്ള ആളുകൾക്ക് വിശ്വാസമുണ്ടോ? ഇപ്പുറത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ബാലകൃഷ്ണ പിള്ളയ്ക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നോ? PC ജോർജിന് വിശ്വാസം ഉണ്ടായിരുന്നോ? ഇതെല്ലാം വിട്ടുപോകുകയല്ലേ. വിട്ടുപോയിട്ട് ഈ ഗവൺമെൻറ് നിലനിൽക്കാൻ പോകണില്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകില്ല എന്നുള്ള ധാരണ അവർക്കെല്ലാവർക്കും ഉണ്ട്. അക്കൂട്ടത്തിലാണ് കോൺഗ്രസിനകത്ത് തന്നെ അതിപ്രബലന്മാരായ ശക്തികൾ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ ശ്രീ സുധാകരൻ തന്നെ പറയുകയുണ്ടായല്ലോ, ഞങ്ങളുടെയൊക്കെ അഭിപ്രായം തന്നെയാണിത്. നിങ്ങൾ നേരത്തെ പറയുകയുണ്ടായല്ലോ, ചന്ദ്രശേഖരൻ്റെ അഭിപ്രായം ഇതാണ്. ഇങ്ങനെ കോൺഗ്രസിനകത്തുള്ളവർ പോലും, കോൺഗ്രസിനകത്ത് ഘടകകക്ഷികൾക്കകത്ത് ഒക്കെ അതിരൂക്ഷമായ ഭിന്നത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിന് ദൈവം തമ്പുരാൻ വന്ന് നയിച്ചാലും UDF വീണ്ടും അധികാരത്തിൽ വരാൻ പോണില്ല. എൻ്റെ സ്നേഹിതൻ സുധാകരൻ പറഞ്ഞ ഒരു കാര്യം കൂടി മറുപടി പറയാൻ എനിക്ക് സന്ദർഭം തരണം. അത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നു 2006 തൊട്ട് 2011 വരെയുള്ള കാലഘട്ടത്തിൽ. ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് ആ ഗവൺമെൻറ് കീഴടക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ആ മന്ത്രിമാരെ കുറിച്ച് ഇതുപോലെ ഒരു ആക്ഷേപം ഉയർന്നിട്ടുണ്ടോ? പിന്നെ അദ്ദേഹം പറയാത്ത കാര്യം അദ്ദേഹത്തിൻ്റെ വായിൽ തിരികെ കയറ്റി പറഞ്ഞ് ഇവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന കുഴപ്പത്തിന് കരകയറാൻ കാര്യമെന്നാണ് നോക്കുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്നു എന്നൊന്നും VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടില്ല. ആ ഗവൺമെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ, ഗവൺമെൻറ്റിനെ കുറിച്ചല്ലേ എവിടെ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം എന്താ? ആ പ്രതിപക്ഷത്തിന് അന്നുണ്ടായിരുന്ന അഭിപ്രായം എന്താ? ആരോപണങ്ങൾ ഉണ്ടായിരുന്നോ? ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നോ? ഇന്ന് നിങ്ങളെക്കുറിച്ച് വന്ന് കേൾക്കുന്നത് പോലെ ഏതെങ്കിലും ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അപ്പൊ ആ ഗവൺമെന്റും ഈ ഗവൺമെന്റും തുലനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആർ അജിത് കുമാർ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സാധാരണഗതിയിൽ കോൺഗ്രസിൽ നടക്കുന്നത് എന്തെങ്കിലും ഇവിടെ പക്ഷേ നടക്കുന്നുണ്ടോ? ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ ഭീഷണി നേരിടുന്നുണ്ടോ? AI ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നേതൃത്വത്തിനു വേണ്ടി, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒക്കെ നടത്തിയ കരുനീക്കങ്ങളുടെ സമ്മർദ്ദം മുൻകാലങ്ങളിൽ എത്രയുണ്ട് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് എങ്കിൽ ഉമ്മൻചാണ്ടി പക്ഷേ യഥാർത്ഥത്തിൽ ആ സമ്മർദ്ദം നേരിടുന്നുണ്ടോ? ഇനി ആ സമ്മർദ്ദം നേരിടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസിൽ എപ്പോഴും തെരഞ്ഞെടുപ്പ് പരാജയമാണ്. ഒടുവിലത്തെ പല തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചെങ്കിലും ഒടുവിലെ തെരഞ്ഞെടുപ്പ് പരാജയവും വിജയവുമാണ് വിധി നിർണ്ണയിക്കുന്നത്. അരുവിക്കര തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഉമ്മൻചാണ്ടിയുടെ നല്ല ഭദ്രമായി എന്ന് പത്രക്കാർ നമ്മളെല്ലാവരും എഴുതുകയും പറയുകയും ചെയ്തതാണ്. എന്നാൽ അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടപ്പോൾ അത് ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് ഉമ്മൻചാണ്ടി പറയുകയും ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയും എല്ലാവരും കരുതുന്നത് അത് തന്നെയാണ്. അങ്ങനെ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നത് എന്താ? ഈ അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് UDF ചിന്തിക്കുക, എന്നുള്ളതാണ് കോൺഗ്രസ് ചിന്തിക്കുക. അതിന് ഉമ്മൻചാണ്ടിയുടെ നോർത്തം പറ്റില്ല എന്നുള്ള ഐഗ്രൂപ്പിന്റെ വികാരമാണ് ഈ കത്തിൽ പ്രതിഫലിക്കുന്നത്. ഇങ്ങനെയൊരു കത്ത് രമേശ് ചെന്നിത്തല എഴുതിയില്ലെന്നൊന്നും, അല്ലെങ്കിൽ എഴുതിയില്ലെന്ന് എന്നെ പോലുള്ള ഒരു പത്രക്കാർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരും വിശ്വസിക്കില്ല. കാരണം ഇത് ഐ ഗ്രൂപ്പിൽ ഓരോ വാക്കുകളും, ഓരോ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ അത് ഈ കത്തിലെ ഓരോ വാക്കുകളും ഐ ഗ്രൂപ്പിന്റെ വികാരമാണ് പ്രകടിപ്പിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മളെല്ലാം വളരെ സജീവമായി ചർച്ചയ്ക്ക് വിധേയമാക്കിയ പ്രശ്നങ്ങളാണ് ഈ കത്തിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കത്ത് രമേശ് ചെന്നിത്തല എഴുതിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ പോലും എന്നെ പോലുള്ള ആരും വിശ്വസിക്കില്ല. ഈ കത്തിലെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിനെതിരെ ഉള്ള ആദ്യത്തെ വെടിപൊട്ടിക്കലാണ് ഐ ഗ്രൂപ്പ് നടത്തിയിരിക്കുന്നത്. പണ്ട് കെ കരുണാകരനെതിരെ എ ഗ്രൂപ്പ് എന്താ ചെയ്തത്? ഇതുപോലെ തന്നെ വെടിപൊട്ടിച്ചു. ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ കെ കരുണാകരൻ അമ്മ എന്ന സംഘടന രൂപീകരിച്ച തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി വന്നപ്പോൾ എല്ലാ മന്ത്രിമാരും ഉണ്ട്. തുടക്കം മുതൽ വന്ന കൂവൽ
അദ്ദേഹം പോയപ്പോഴാണ് അവസാനിപ്പിച്ചത്. അപ്പോഴാണ് ഘടകകക്ഷികൾക്കും എ ഗ്രൂപ്പുകാർക്കും മനസ്സിലായത് കരുണാകരൻ ജനപ്രിയനല്ലാതെ പ്രിയത അല്ല നഷ്ടപ്പെട്ടിരിക്കുന്നു. പിറ്റേ ദിവസം മുതലാണ് ഗ്രൂപ്പ് കരുണാകരനെതിരെ തുടങ്ങിയത്. എന്നതുപോലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒരു ഉമ്മൻചാണ്ടിയുടെ ജനപ്രിയതയിലുള്ള ഒരു ഉരകല്ലായി എടുത്തുകൊണ്ടാണ് ഐ ഗ്രൂപ്പ് ഇത്തരത്തിൽ നീക്കം നടത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി മാറുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ പാർട്ടിയുടെ പ്രശ്നമാണ്. പക്ഷേ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഉമ്മൻചാണ്ടിക്കെതിരെ ആദ്യപടി രമേശ് ചെന്നിത്തല പൊട്ടിച്ചിരിക്കുന്നു. തുടർന്ന് കോൺഗ്രസ് രാഷ്ട്രീയം, ഗ്രൂപ്പ് രാഷ്ട്രീയം കലുഷിതമാകും. തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ തോതിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ അത് AK ആന്റണി കരുണാകരൻ കാലഘട്ടത്തെ പോലെ അതാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ, ഇത് രമേശ് ചെന്നിത്തല ആദ്യ വെടി പൊട്ടിച്ചതായി നമുക്ക് വിലയിരുത്താമായിരുന്നു. ഈ കത്ത് സമ്പൂർണ്ണമായി നിഷേധിച്ചില്ലായിരുന്നു എങ്കിൽ ഇവിടെ ഈ കത്ത് പുറത്തു വന്നതിന് ശേഷവും ഉമ്മൻചാണ്ടിയിലും സർക്കാരിലുമുള്ള വിശ്വാസം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഐ ഗ്രൂപ്പിന്റെ പ്രതിനിധികളും നേതാക്കളും അടക്കമുള്ള കോൺഗ്രസ്സുകാർ. അങ്ങനെ കോൺഗ്രസ് ഒരു ഡിവൈഡഡ് ഹൗസാണ് എന്ന് പുറത്തേക്ക് നമുക്ക് ഇപ്പോഴും തോന്നുന്നില്ല. കോൺഗ്രസിൽ ഉമ്മൻചാണ്ടി ചോദ്യം ചെയ്യപ്പെടാവുന്ന നേതാവായി മാറിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം? അദ്ദേഹം ഇപ്പോഴും സർവ്വശക്തനല്ലേ? അല്ല, അദ്ദേഹം സർവ്വശക്തനോ അങ്ങനെ എന്താണ് പരമശിവനാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ചോദ്യം തന്നെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന ദിവസം മാതൃഭൂമി ചാനലിൽ വേണു എന്നോട് ചോദിച്ചു. ഈ തെരഞ്ഞെടുപ്പോടി ഉമ്മൻചാണ്ടി സർവ്വശക്തനായിരിക്കില്ലേ? ഞാൻ പറഞ്ഞു, വേണു എന്താ ഈ പറയണത്? ഈ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വന്നു പോയിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് അരുവിക്കരയിൽ ഇദ്ദേഹം ജയിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സർക്കാരിൽ 4.5 കൊല്ലം നടത്തിയ അഴിമതികളൊക്കെ ജനങ്ങൾ അംഗീകരിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. അല്ല, അരുവിക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് CPM സ്ഥാനാർത്ഥിയേക്കാൾ കുറച്ചധികം വോട്ട് കൂടുതൽ കിട്ടി, അത്രേ ഉള്ളൂ. ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. 139 മണ്ഡലങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ ഒരു അരുവിക്കര ജയിച്ചുകൂടി ഇതാ ഉമ്മൻചാണ്ടി അസൃഷ്ട്യനായി, ഇനി അദ്ദേഹത്തെ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയില്ല, അദ്ദേഹം നെപ്പോളിയൻ ബോണപ്പാർട്ട്, ആർക്കും തോൽപ്പിക്കാതിരിക്കാൻ നല്ല കാര്യം. അവസാനം നെപ്പോളിയൻ ബോണപ്പാർട്ട് പോലും തോറ്റു. അതിനാണ് വാട്ടർലൂ യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഒരാൾക്കും അനന്തമായിട്ട് ജയിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനല്ലാതെ. അദ്ദേഹം തന്നെ ആ സമയത്ത് മരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത്. മനസ്സിലായില്ലേ? അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് പോലും ഒരു പരിധിക്കപ്പുറം ഒന്നും പിടിച്ചേക്കാൻ പറ്റില്ല. രാഷ്ട്രീയം എന്ന് വെച്ചാൽ ജനങ്ങൾ മാറി മാറി ചിന്തിക്കും. കഴിഞ്ഞ തവണ കോൺഗ്രസിന് വോട്ട് ചെയ്തവർക്ക് ഇത്തവണ കോൺഗ്രസ് വോട്ട് ചെയ്യണമെന്നില്ല. അരുവിക്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് തന്നെ നോക്കിക്കോളൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം പഞ്ചായത്തും ഇടതുപക്ഷവും ജയിച്ചേക്കുന്നത് ആനത്തലോട്ടത്തോട് ചോദിച്ചാൽ പറയും അദ്ദേഹം നാട്ടുകാരനാണ്. അങ്ങനെയാണ് ആളുകൾ. അരുവിക്കരയിൽ കാർത്തികേയൻ്റെ ഭാഗം മത്സരിച്ചു. കാർത്തികേയനോടുള്ള സ്നേഹവും ആദരവും ജനങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചെയ്തു. അത് ഉമ്മൻചാണ്ടിയുടെ അഴിമതിക്കുള്ള അംഗീകാരമാണ് അംഗീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുകയില്ല. അതെങ്ങനെ പറ്റുക? ഉമ്മൻചാണ്ടി ഇതുവരെ നടത്തിയ കൊള്ളകൾക്ക്, പെൺവാണിഭം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉമ്മൻചാണ്ടി നടത്തിയതല്ല, കോൺഗ്രസ്സുകാർ നടത്തിയത്. കോടാനുകോടി രൂപയുടെ തട്ടിപ്പ്, വിഴിഞ്ഞം പദ്ധതിയിൽ മാത്രം 600 കോടിയുടെ തട്ടിപ്പാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ചെറിയ കാര്യമാണോ? ഇതൊക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് കഴിഞ്ഞിട്ട് ജഡ്ജിമാരെ ചീത്ത പറയുക, MM ഹസനെ പോലുള്ള ബഫൂണുകളെ ഇറക്കിയിട്ട് പല കോമാളിത്തരങ്ങളും കാണിക്കുക. ഇതൊക്കെ കാണിച്ച ആൾക്കാർ വേറെ രോമാഞ്ചം ഉണ്ടാവുന്നതാണ്. KC ജോസഫിനെ പോലെയുള്ള ഏഴാം കൂലികൾ വന്നിട്ട് കാലത്ത് സാംസ്കാരിക മന്ത്രിയുടെ ഓരോ പ്രസ്താവനകൾ കേട്ടാൽ നമുക്ക് ഓക്കാനും വരും. ഇങ്ങനെയുള്ള ആളുകളാണ് പാർട്ടിയെ നയിക്കുന്നത്. പിന്നെ എങ്ങനെ ശരിയാവും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീ R. അജിത് കുമാർ, അഴിമതി, സ്വജനപക്ഷപാതം, പ്രതിച്ഛായ നഷ്ടം തുടങ്ങിയ കാര്യങ്ങളെക്കാൾ ന്യൂനപക്ഷ കേന്ദ്രീകൃതം എന്ന തോന്നലുണ്ടാകുന്നു, ഹൈന്ദവ വോട്ടുകൾ അകന്നുപോകുന്നു തുടങ്ങിയ കാര്യങ്ങളാകാം കൂടുതൽ മൂർത്തമായി ഉമ്മൻചാണ്ടിയെ മാറ്റണം എന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുക ഐ വിഭാഗം. പക്ഷേ അത് ഹൈക്കമാൻഡിനെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും പുതിയ ഒരു ലീഡർ നയിക്കാൻ വേണം എന്ന് തീരുമാനമെടുക്കുകയും ചെയ്യാൻ മാത്രമുള്ള ശക്തി ഇപ്പോൾ ഈ ഐ വിഭാഗത്തിനുണ്ടോ? ഐ വിഭാഗത്തിൻ്റെ ശക്തി എന്നത് എ വിഭാഗത്തിൻ്റെ ദൗർബല്യമാണ്. ഇവിടെ കേരളത്തിൽ UDF ജയിക്കുന്നത് LDFിൻ്റെ വീക്ക്നെസ് കൊണ്ടല്ലാതെ UDFിൻ്റെ ശക്തി കൊണ്ട് എന്നാ UDF ജയിച്ചിട്ടുള്ളത്? UDFിൻ്റെ വീക്ക്നെസ്സും കെടുകാര്യസ്ഥതയും കൊണ്ടല്ലാതെ LDF എന്നാ വിജയിച്ചിട്ടുള്ളത്? LDFിൻ്റെ പ്രതിപക്ഷ ഭരണം, പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം ഗംഭീരമായി, അതുകൊണ്ട് ഇന്ന് ഇവരെ വിജയിപ്പിച്ച് കളയാം എന്നൊരിക്കലും ജനങ്ങൾ കരുതിയിട്ടില്ല. ഭരിക്കുന്നവരുടെ ആന്റി എൻകംബൻസി ഫാക്ടറും ഭരിക്കുന്നവരുടെ ന്യൂനതയും തന്നെയാണ് പ്രതിപക്ഷത്തെ വിജയിപ്പിച്ചിട്ടുള്ളത്. അതാണ് കേരളത്തിൻ്റെ ചരിത്രം ഏറെക്കാലമായി, അടിയന്തര CH മേനോന്റെ കാലം ഒഴിച്ചാൽ. പക്ഷേ ഇവിടെ ഐ ഗ്രൂപ്പിന് അതിനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളതല്ല, എ ഗ്രൂപ്പിനെ കൊണ്ട് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ കൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ കഴിയുമോ? ഈ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ കഴിയുമോ? പ്രത്യേകിച്ച് VS അച്യുതാനന്ദനും പിണറായി വിജയനും ആനന്ദനോട്ട് എതിർക്കുമെന്നറിയാം. രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവർ ഇപ്പോൾ യോജിച്ചിരിക്കുക. VS അച്യുതാനന്ദൻ വീണ്ടും മത്സരിക്കാൻ തയ്യാറായിരിക്കുക. VS മത്സരിക്കുക, ഒരു ടേബിലൂടെ മുഖ്യമന്ത്രിയാകാനുള്ള യൗവനം അദ്ദേഹം സോളാർ സൂര്യ സ്നാനത്തിലൂടെ ലഭിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ പിണറായിയും VSും യോജിച്ചിരിക്കുക.
മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഏറെക്കാലത്തിന് ശേഷം ഉണ്ടാകാത്ത ഐക്യമുണ്ടാകുക, ഒരു വിഭാഗീയത ഇല്ലാതാകുക, ആ ഒരു അവസ്ഥയിൽ ഇപ്പുറത്ത് ഉമ്മൻചാണ്ടി എന്ന നേരത്തെ പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്ന ആ ആരോപണം നേരിടുന്ന വ്യക്തി നയിക്കുക, അല്ലെ എ ഗ്രൂപ്പ് നയിക്കുക. അതുകൊണ്ട് ഈ എ ഗ്രൂപ്പിന് ഉണ്ടാകുന്ന ശക്തിക്ഷയമാണ്, അല്ലെ പ്രതിച്ഛായ നഷ്ടമാണ് ഐ ഗ്രൂപ്പിന്റെ ശക്തി. ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞു ഞാൻ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണെന്ന്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ജനങ്ങളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു. ഇപ്പോൾ അരുവിക്കരത്ത് ഈ നിയമസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ നിലപാടുകളും ഡെവലപ്മെന്റ്സും, ആ സ്ത്രീ ആയിക്കോട്ടെ അഴിമതി ആയിക്കോട്ടെ, അതിലെത്രമാത്രം ജനങ്ങൾ UDF-നെ അവിശ്വസിക്കുന്നു എന്ന് കണ്ടെത്തുന്നതിന് അടുത്തൊരു തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ സാധിക്കൂ. അവിടെയാണ് ഇവിടെ കോൺഗ്രസിന്റെ ഭരണം, UDF ഭരണം നിലനിർത്തണമെങ്കിൽ ഒരു നേതൃമാറ്റം ആവശ്യപ്പെടുന്നത്. അതെ, അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് സാധ്യതപ്രായമാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, നോക്കൂ, ഈ സർക്കാർ വന്നപ്പോൾ ഒന്ന് മൂത്രമൊഴിക്കാൻ പോയാൽ വീഴുന്ന മന്ത്രിസഭ എത്ര കാലം ഇത് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഒരു ഇന്ദ്രജാലക്കാരൻ്റെ കൗശലത്തോടു കൂടി 4.5 വർഷം ഭരിച്ചത് നമ്മൾ കണ്ടു. അതിനിടയിൽ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചപ്പോൾ, പിറവത്ത് ജയിച്ചപ്പോൾ, നെയ്യാറ്റിൻകരയിൽ ജയിച്ചപ്പോൾ, ആരോപണങ്ങൾ വലിയ തോതിൽ വന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ, ഏറ്റവും ഒടുവിൽ ബാർക്കോഴി അടക്കം കത്തി നിന്നിട്ടും അരുവിക്കരയിൽ ജയിച്ചപ്പോൾ, അതൊക്കെ ഉമ്മൻചാണ്ടിയുടെ വിജയം എന്ന തരത്തിലാണ് കേരളം വിലയിരുത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു വൺ മാൻ ഷോ ഉമ്മൻചാണ്ടി കഴിഞ്ഞ 4.5 വർഷമായി നടത്തുകയുമായിരുന്നു. ഇനി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് പറയാനും കുറേ കാര്യങ്ങളുണ്ട്. വിഴിഞ്ഞത്ത് ഒടുവിൽ 20 കൊല്ലത്തിന് ശേഷം ഇതാ വരുന്നു ഒരു തുറമുഖം, കണ്ണൂരിൽ വിമാനമിറങ്ങുന്നു, എറണാകുളത്ത് ഇതാ സ്മാർട്ട് സിറ്റി വന്നു കഴിഞ്ഞു, ഒപ്പം കൊച്ചി മെട്രോ ഏതാനും നാളുകൾക്കിടയിൽ അത് പൂർണ്ണമായ അർത്ഥത്തിൽ വിജയിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉമ്മൻചാണ്ടിക്കല്ലേ മുമ്പിൽ നിന്ന് പറയാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയാണ് നായകൻ എങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ലേ? താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം നല്ല ഇന്ദ്രജാലക്കാരനായിരുന്നു. പക്ഷേ എക്കാലം ആളെ പറ്റിക്കാനൊക്കില്ല. കുറച്ചു കാലം പറ്റിക്കാം, പിന്നെ ആൾക്കത് മനസ്സിലാകും. ഇവിടെ ഈ ഉപതെരഞ്ഞെടുപ്പെല്ലാം ജയിച്ചു എന്ന് പറയുന്നു. ഈ ജയിച്ചതിൽ നിങ്ങൾ പറയുന്നത് കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന മണ്ഡലങ്ങളല്ലാതെ, അവർക്ക് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളല്ലാതെ ഏത് മണ്ഡലത്തിലാണ് വിഷയങ്ങൾ അനുസരിച്ച് ആളുകൾ വന്ന് ചർച്ച ചെയ്തപ്പോൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പാർട്ടിയുടെ മുന്നൊരുക്കങ്ങളുടെ കുറവ് കൊണ്ടാണ്
പല ഭാഗങ്ങളിലും തോൽവി ഉണ്ടായത് എന്ന്. കാരണം 3 റീജിയണുകളിലായി ജനങ്ങളെ കൂട്ടിമുട്ടുകയും കാണുകയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെയും ഭാരവാഹികളെയും ഇരുത്തി ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടും ഞങ്ങളുടെ ജനപക്ഷ യാത്രയുടെ ഇടയിൽ ജനങ്ങളുമായി സംവാദം ചെയ്തുകൊണ്ടും ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരു മാർഗരേഖ തയ്യാറാക്കി ആ മാർഗരേഖ ജില്ലാ ഘടകങ്ങൾക്ക് നൽകിയിരുന്നു. ജില്ലാ ഘടകങ്ങൾക്ക് നൽകിയ മാർഗരേഖ അനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർണയിക്കുകയും തെരഞ്ഞെടുപ്പിനെ ആ നേരിടുകയും ഖണ്ഡിക ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 2 ഖണ്ഡിക കൂടി ഉണ്ടല്ലോ ശ്രീമതി ലാലി വിൻസെന്റ് കത്തിന്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം, മുഖ്യമന്ത്രിയുടെ മോശം പ്രതിച്ഛായ, മോശം ഭരണം, അഴിമതി ആരോപണങ്ങൾ, ന്യൂനപക്ഷ കേന്ദ്രീകൃത ഭരണം തുടങ്ങിയ ആരോപണങ്ങൾ ശരിയാണെന്നാണോ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് പൂർത്തിയാക്കിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് കീഴ്ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളിലും റിബലുകളെ പിൻവലിക്കുന്നതിലും ചില പോരായ്മകൾ ഉണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യവും അവർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും വേണ്ട പോലെ പരിപാലിക്കപ്പെട്ടിട്ടില്ല എന്ന് അവലോകനത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിൽ സ്വാഭാവികമായും പാർട്ടി നേതൃത്വത്തിന്റെ ചർച്ച വന്നത് തന്നെയാണ്. ആ ചർച്ചകളിൽ പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങളുടെ അന്തസത്തയാണ് കത്ത് എന്ന് പറയുന്ന ആ കടലാസിൽ നിഴലിച്ചിട്ടുള്ളത്. ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല, പക്ഷെ കത്തിനെ ഞാൻ നിഷേധിക്കുന്നു. അതായത് ഈ കത്തിൽ പറയുന്നത് പാർട്ടി ചർച്ച ചെയ്ത കാര്യങ്ങളുടെ അന്തസത്തയാണ് എന്ന് പറയുമ്പോൾ ശ്രീമതി ലാലി വിൻസെന്റ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇത് ഐ ഗ്രൂപ്പിന്റെ കളക്റ്റീവായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഐ ഗ്രൂപ്പിന്റെ കളക്റ്റീവായ നിലപാട് എന്ന് പറയാൻ പറ്റുമോ? കോൺഗ്രസ് പാർട്ടിയുടെ 14 ജില്ലകളുടെയും ആളുകളുമായി ഉണ്ടായ ചർച്ച, KPCCയുടെ തലത്തിലുണ്ടായ ചർച്ച, അതിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങളുടെ ക്രോഡീകരണം. ഈ ക്രോഡീകരണത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളിൽ അഴിമതി ആരോപണങ്ങൾ ഘടക കക്ഷിയിലെ ഒരു മന്ത്രിയെ കുറിച്ചുണ്ടായിരുന്നു. കോടതിയുടെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. BJPയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളിയുടെ BJP ബാന്ധവമുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെയും UDFന്റെയും തോൽവിക്ക് കാരണങ്ങളിൽ ഒന്ന് സർക്കാരിന്റെ മോശം പ്രതിച്ഛായയും ഉമ്മൻചാണ്ടിയുടെ മോശം പ്രതിച്ഛായയുമാണ് എന്ന് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നതായുള്ള ഒരു കത്താണ് ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ന്യൂനപക്ഷ കേന്ദ്രീകൃതമാണ് സർക്കാർ എന്ന തോന്നലുണ്ടാക്കിയത്, വലിയ തോതിൽ ഹൈന്ദവ വോട്ടുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കി എന്നും അനിവാര്യമായ ഒരു തിരുത്തൽ ഉണ്ടാകേണ്ടതുണ്ട് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് എന്നും ആവശ്യപ്പെടുന്ന കത്ത് പുറത്തു വന്നെങ്കിലും ഇത് ഞാൻ എഴുതിയ കത്തല്ല എന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ച് നിഷേധിച്ചുവെങ്കിലും ഈ കത്തിലെ കണ്ടന്റ് ശരിയാണ് എന്ന നിലപാടിലാണ് ഐ വിഭാഗത്തിലെ ഭൂരിഭാഗം നേതാക്കളും. വരുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കാൻ പോകുന്ന ഉള്ളടക്കമാണ് എന്തായാലും ഈ കത്തിലുള്ളത് എന്നുള്ളത് സംശയാതീതമാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ പന്തളം സുധാകരൻ, ശ്രീ ആനത്തലോട്ടം ആനന്ദൻ, ശ്രീ ആർ അജിത് കുമാർ, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീമതി ലാലി വിൻസെന്റ്.